എല്ലാവർക്കും നമസ്കാരം. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാട്ടൻ്റെ അനിയത്തിയുടെ ഇടയിൽ ധാരാണപ്പാന്ന് ചിന്തിക്കേണ്ട, ഞാൻ അവരുടെ അമ്മയാണ്. ഇന്നൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, അത് ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, കറിവേപ്പില നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു ദോശ പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. നമ്മൾ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ചെറിയ ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കിയിട്ട് എടുക്കണം. ദോശമാവിൻ്റെ അത്രയും ലൂസ് ആവണ്ട, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഈ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടി നമ്മൾ പലതരം പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ടല്ലേ. എന്തെങ്കിലും വെറൈറ്റികളൊക്കെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതെല്ലാ അമ്മമാരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കിയെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ തടവി എടുക്കണം. എണ്ണ തടവി എടുത്തിട്ട് നമുക്കതിലേക്ക് ഈ തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ദോശയ്ക്ക് പരത്തുന്ന പോലെ അങ്ങനെ മിക്സാക്കി പരത്താൻ പറ്റില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ടിത് അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ചാലേ ഉള്ളൂ നന്നായിട്ടൊന്ന് ഉള്ളു വെന്ത് കിട്ടുള്ളൂ. അടച്ച് വെച്ച് കുറച്ച് സമയം നോക്കിയതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കണം. നെയ്യോ എണ്ണ എന്തെങ്കിലും വേണമെങ്കിൽ തൂവി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കുക. സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അധികം സമയമൊന്നും വേണ്ട. ഈ സവാളയും ക്യാരറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്യാനുള്ള സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് കേട്ടോ, ഹെൽത്തിയാണ്. ഇതിലേക്ക് ഇനി നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് സവാളയും കറിവേപ്പിലയും ഉപ്പും പുളിയുമാണ് എടുക്കേണ്ടത്. സവാള നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക. മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ സവാളയും മുളക് പൊടിയും ചേർത്ത് ഇളക്കി വഴറ്റിയെടുക്കണം. അത് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതേ നേരം വെളുത്ത് തുടങ്ങിയിട്ടോ, നന്നായി വെട്ടം വെച്ച് വരുന്നുണ്ട്. അതിനിടയ്ക്ക് പല പല ജോലികളും ചെയ്ത് തീർത്തു. പിന്നെ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച ചമ്മന്തി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ കൊണ്ട് ആവശ്യമൊന്നുമില്ല. വെളിച്ചെണ്ണയിൽ നമ്മൾ ഓൾറെഡി വഴറ്റിയെടുത്തത് കൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ദോശയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ ബീൻസും ആഡ് ചെയ്യാം കേട്ടോ. ദോശയിലേക്ക് വെജിറ്റബിൾസ് അങ്ങനെ കുട്ടികളുടെ വയറ്റിലേക്ക് എത്തിക്കോളും. അപ്പം നമുക്ക് നമ്മുടെ കുട്ടീസിന് ഇത് കൊടുക്കാം. സ്കൂളിലേക്ക് പോകാൻ രണ്ടാളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ റെഡിയായി. ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് ഇതാണ് യൂണിഫോം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.